എന്തിനാ ചേട്ടൻ മറന്നേക്കണ എന്തിനാ ചേട്ടൻ എന്തിനാ മറന്നേക്കണ? ഞങ്ങൾ പൈസ ആൾക്കാരല്ലേ, അപ്പൊ അതിന്റെ കാര്യം ചെയ്തോളൂ. ഇല്ല, ഞങ്ങളുടെ അന്ന് ഒത്തീർപ്പായതാണ്. ഞാൻ കേസ് കൊടുത്തിട്ട് അന്ന് ഒത്തീർപ്പായതാണ്. ഈ ചേട്ടനും അവർക്ക് 4 പേര് കൂടിയിട്ടാണ് കേസ് കൊടുത്തത്. നമ്മൾ ഇപ്പൊ CSR പറഞ്ഞത് കസ്റ്റമർ എവിടെയാണോ അവിടുന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞത്. കസ്റ്റമർ എവിടെയാണോ അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞത്. മനസ്സിലായോ? ഇല്ല ലാസ്റ്റ് ഒത്തുതീർപ്പായത് നമ്മളെ എഴുതി ഒപ്പിട്ട് ഒന്ന് കസ്റ്റമർ ഇവിടെ ഉണ്ട്. പിന്നെ കസ്റ്റമർ എവിടെയാണോ അവിടുന്നാണ് ഞാൻ പിക്ക് ചെയ്യുക. കസ്റ്റമർ എവിടെയാണോ അവിടുന്നാണ് ഞാൻ പിക്ക് ചെയ്യുക. മനസ്സിലായോ? കാശ് അത് പാർക്കിംഗ് ഫീ അടയ്ക്കും നിങ്ങള്. പാർക്കിംഗ് ഫീ നിങ്ങൾ അടക്കണേ. പിന്നെ എന്താ പാർക്കിംഗ് ഫീ അല്ലേ നിങ്ങൾക്ക് വണ്ടി ഇടാൻ വേണ്ടിട്ടല്ലേ? നിങ്ങൾക്ക് വണ്ടി ഇടാൻ വേണ്ടിട്ടല്ലേ ചേട്ടാ? നിങ്ങൾ ഞങ്ങളിവിടെ വണ്ടി ഉള്ളിലുണ്ടല്ലോ. ഞങ്ങൾ വണ്ടി ഉള്ളിലുണ്ടാ. പിന്നെ നിനക്ക് ഇവിടെ പിക്കപ്പ് എടുക്കാന്ന് നിനക്ക് ആരാ എഴുതിയെന്നുള്ളത് അതൊക്കെ പെർമിഷൻ ഒന്ന് കാണിച്ചാ. എന്താ പറയുക, കോടതി ഉത്തരവുണ്ട് പറഞ്ഞെടുക്കാന്ന്. ഇത് നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തമല്ലോ, നിങ്ങളുടെ സ്വന്തമല്ലോ. എന്ത് പ്രശ്നം? അന്ന് പ്രശ്നം ഉണ്ടായിട്ട് അന്ന് CF ഞാൻ കേസ് കൊടുത്തിട്ട് നിങ്ങൾ 4 പേര് വന്ന് ഒപ്പിട്ട് ഓർമ്മയുണ്ടാ? അന്ന് എന്താ പറഞ്ഞേ? നിനക്ക് ഇവിടെ വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് വാടക എടുക്കാൻ സെപ്പറേറ്റ് ആയിട്ട് വാടക എടുക്കാന്നല്ല. ഞങ്ങൾ കസ്റ്റമർ അന്ന് നിങ്ങൾ വാടക ഞങ്ങൾക്ക് തടസ്സമില്ല. പിന്നെന്താ പാർക്കിംഗ് തന്നുണ്ട്. കസ്റ്റമർ എവിടെയാണ് അവിടെ ഞങ്ങൾ പിക്ക് ചെയ്യും. കസ്റ്റമറോട് ബാഗ് തൂക്കി പിടിച്ച് അവർ അങ്ങോട്ട് വരിക. ഈ ബാഗ് ലഗേജ് തൂക്കി പിടിച്ച് അങ്ങോട്ട് വരിക. നിനക്ക് മാത്രം പ്രത്യേകത ഓരോ വണ്ടിക്കാർ വന്നിട്ട് ഇന്നലും ഞാനൊക്കെ അവർ അവിടെ നിന്ന് കസ്റ്റമർ എടുത്ത് പോയി. നിനക്ക് അലമ്പുണ്ടാക്കാനല്ല. കസ്റ്റമർ എവിടെയാണോ അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നത്. അതിനെന്താ പ്രശ്നം? അതിനെന്താ പ്രശ്നം? നിങ്ങൾ ഉത്തരവ് കൊണ്ടുപോവാ. അത് നിങ്ങൾ ഫ്ലക്സ് വെച്ചിട്ടില്ലല്ലേ? നിങ്ങൾ ഫ്ലക്സ് വെച്ചിട്ടില്ലല്ലേ? സമയങ്ങൾ സാറിന് പോകാം. നിങ്ങൾ എന്ത് ചെയ്യണോ ചെയ്തോ. ഇപ്പൊ